അതിരപ്പള്ളിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്ത ഞങ്ങൾക്ക് ബോണസായി കിട്ടിയതാണ് ഈ ഏഴാറ്റുമുഖം തുമ്പൂർ മൊഴി സന്ദർശനം. അളിയൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, എന്നാൽ പിന്നെ അതുവരെ പോകുന്നതല്ലേ, അവിടെ നിന്ന് കുറച്ചും കൂടി പോയി അതിരപ്പള്ളി കണ്ടിട്ട് വരാം എന്ന് മാത്രമുള്ള ചിന്തയിൽ പോകുമ്പോഴാണ് ഗൂഗിൾ മാപ്പ് ഒരു വഴി കാണിച്ചു തരുന്നതും അതുവഴി പോകുമ്പോൾ ഏഴാറ്റുമുഖം കാണുന്നതും. ആനമനയിൽ നിന്ന് ഉത്ഭവിച്ച ചാലക്കുടി പുഴ അതിരപ്പള്ളി എല്ലാം കടന്ന് ഇവിടെ എത്തുമ്പോൾ ഏഴായി പിരിഞ്ഞ് വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെയാണത്ര ഏഴാറ്റുമുഖം എന്ന പേര് വന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ആ കാണുന്ന വലിയ തൂക്കുപാലാണ്. ഇതുകൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കുഞ്ഞു പാർക്കും ഒരു കുഞ്ഞു ഗാർഡനൊക്കെ ഇവിടെയുണ്ട്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ് ഈ ഒരു വലിയ പാലം കെട്ടിയിട്ടുള്ളത്. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ പാലം ബന്ധിപ്പിക്കുന്നത് 2 ജില്ലകളെയാണ്. ഇപ്പുറത്ത് ഞങ്ങളിതാ പോകുന്ന ഏഴാറ്റുമുഖം എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലും ഇത് കടന്നു ചെന്നാൽ എത്തുന്ന തുമ്പൂർ മൊഴി എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമമുള്ളത് തൃശ്ശൂർ ജില്ലയിലുമാണ്. ഈ പാലം 2 ഇടങ്ങളെയും ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകം ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് 2 ഇടങ്ങളും പൂർണ്ണമായി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അവസാനം നമ്മളിതാ തുമ്പൂർ മൊഴി ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു നല്ല ഗാർഡനും കുട്ടികൾക്കുള്ളൊരു പാർക്കും അതിനുള്ളിൽ തന്നെ ഒരു കുഞ്ഞു പാലും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഈ തുമ്പൂർ മൊഴിയുടെ ഉള്ളിലൂടെ നടക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ തൂക്കുപാലുണ്ടല്ലോ, അതിലൂടെ തന്നെ തിരിച്ചു പോയാലാണ് നമ്മൾ ഏഴാറ്റുമുഖത്ത് എത്തുക. വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടി കിടക്കുന്ന അവിടെയാണ്. നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ വണ്ടിയുടെ അവിടേക്ക് തന്നെ എത്തണം. ഇത്രയും വലിയ തൂക്കുപാലത്തിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് നടന്നു പോകുന്നത്. അവസാനം ഗേറ്റിൽ കാണുന്ന വാച്ച് ടവറിലും കയറി കുരങ്ങച്ചന്മാരോടൊക്കെ യാത്രയും പറഞ്ഞിട്ട് അതിരപ്പള്ളിയിലേക്ക് ഞങ്ങൾ തിരിച്ചു.